കാര്യബോധ്യം ഉണ്ടാക്കണ്ടേ? എന്താ ഈ ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. നിശ്ചയില്ലാത്തവർ അവിടെ എഴുതി വെച്ചാലും വിരോധമൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയൂ? ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമസ്കന്ധാണല്ലോ പറയുന്നത്. ഈ അഷ്ടമസ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത്. അവിടെ പറയും, ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുത്തജ്ജന്മദക്ഷിണം. ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത്. ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം. ശ്രോണ എന്നതിന് പറയുക. ശ്രോണയാണ് ഈ ഓണായത്. ശ്രോണ എന്നുള്ളത് സംസ്കൃതത്തിലെ ശ്രോണ മാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, വിശിഷ്ട മുഹൂർത്ത. ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത്. അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത്? ഓണായിട്ട്. അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ? മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്താ അരിമാവുകൊണ്ട് ചാണകം മെഴുകിയിട്ട് അരിമാവുകൊണ്ട് അണിഞ്ഞിട്ട് പലകയിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, സാധാരണ മണ്ണോണ്ടാണ് പതിവ്. മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക. എന്താ പേര്? ഗുരുവായൂരപ്പനോ തൃച്ചംബരത്തപ്പനോ ഒന്നും പറയില്ല. എന്താ പറയുക? തൃക്കാക്കരയപ്പൻ. ആരേ തൃക്കാക്കരയപ്പൻ? ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ്. കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം. ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാര മൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും. ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും? ഈ ബലി മഹാരാജാവിനെ. കാരണം എന്താണെന്നറിയോ? ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദനെ സ്മരിക്കാണ്ട് എന്താ കാരണം? ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു. നമുക്ക് ആ ഒരു ഭാവം കാണിച്ചത് ആ ഉണ്ണിയല്ലേ. അതുപോലെ ഈ വാമനാവതാര മൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ്? ബലി മഹാരാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും. ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത. ഈ